മനുഷ്യരുടെ കൈകളും കാലുകളും പുഴയിൽ ഒലിച്ചു വരുന്നു. പാറകൾക്കിടയിൽ ചെളിയിലും മണ്ണിലും പൂണ്ടുകിടക്കുന്ന ചതഞ്ഞരഞ്ഞ ശവശരീരങ്ങൾ. കിലോമീറ്ററുകൾ വ്യാപ്തിയിൽ ഒരു പ്രദേശമാകെ ഒലിച്ചുപോയിരിക്കുന്നു. 300 പേരെയെങ്കിലും കാണാതായി എന്നാണ് നാട്ടുകാർ പറയുന്നത്. വയനാട് മുണ്ടക്കൈയിലെ ഉരുൾപൊട്ടൽ കേരള ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തമാവുകയാണ്. പുത്തുമലയുടെയും കവളപ്പാറയുടെയും കൂട്ടിക്കലിൻ്റെയുമെല്ലാം മുറിവുകൾ പൂർണ്ണമായും ഉണങ്ങുന്നതിനു മുൻപ് കേരളത്തെ തേടി മറ്റൊരു ദുരന്തമെത്തുകയാണ്. മലയാളിക്ക് മഴ ഇപ്പോൾ കവികൾ വാഴ്ത്തുന്ന കാൽപ്പനിക സൗന്ദര്യമല്ല, മരണമാണ്. പണ്ട് ഉരുൾപൊട്ടൽ വല്ലപ്പോഴുമുള്ള പ്രതിഭാസമായിരുന്നെങ്കിൽ 2018 പ്രളയത്തിനു ശേഷം എല്ലാ വർഷവും വരുന്ന ദുരന്തമായി ഇത് മാറുന്നു. 200ഓളം ജീവനാണ് 2018 ശേഷം നമുക്ക് ഉരുളിൽ നഷ്ടമായത്. 20ഓളം പേർ ഈ മണ്ണിലെവിടെയോ പുതഞ്ഞു കിടപ്പുണ്ട്. അവരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുകൾ ഉണ്ടാവുന്നത് കേരളത്തിലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത്. 2022 കേന്ദ്രം പുറത്തുവിട്ട കണക്ക് നോക്കുക. കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ ഇന്ത്യയൊട്ടാകെ 3782 ഉരുൾപൊട്ടലുകൾ ഉണ്ടായപ്പോൾ 2239 എണ്ണവും കേരളത്തിലായിരുന്നു. 2ാം സ്ഥാനത്ത് നിൽക്കുന്ന പശ്ചിമ ബംഗാളിലുണ്ടായത് 376 എണ്ണം മാത്രം. തമിഴ്നാട്ടിൽ 196, കർണാടകയിൽ 194, ജമ്മു കാശ്മീരിൽ 184 എന്നിങ്ങനെയാണ് കണക്ക്. അതായത് രാജ്യത്ത് ആകെയുണ്ടാവുന്ന ഉരുൾപൊട്ടലുകളിൽ 60% കേരളത്തിലാണെന്ന് ചുരുക്കം. ദൈവത്തിൻ്റെ സ്വന്തം നാടിപ്പോൾ ഉരുൾപൊട്ടലിൻ്റെ സ്വന്തം നാടുകൂടിയാവുകയാണ്. എന്താണ് ഉരുൾപൊട്ടലുകൾക്ക് കാരണം? ആരാണ് ഇതിന് ഉത്തരവാദി? ഉരുൾപൊട്ടൽ ഒഴിവാക്കാൻ നാം എന്തു ചെയ്യണം? ഇത്തരം ചോദ്യങ്ങൾക്ക് ഗൗരവമായി പരിഗണിക്കേണ്ട സമയം കൂടിയാണിത്. 2018 മഹാപ്രളയത്തോടെയാണ് കേരളത്തിൽ ദുരന്തങ്ങൾ തുടർക്കഥയാകുന്നത്. പിറ്റേ വർഷം ഉരുൾപൊട്ടലിൻ്റെ രൂപത്തിൽ ദുരന്തമെത്തി. 2019 ഓഗസ്റ്റ് 8 വയനാട് മേപ്പാടിക്കടുത്തുള്ള പുത്തുമലയിൽ വൈകുന്നേരത്തോടെ ഉരുൾപൊട്ടലുണ്ടായി. ഇതിന് തൊട്ടടുത്താണ് ഇപ്പോൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല. ഒരു പ്രദേശത്ത് ഉരുൾപൊട്ടലുണ്ടായാൽ അടുത്ത പ്രദേശത്തെ സാഹചര്യം പഠിക്കണമെന്ന് വിദഗ്ധ നിർദ്ദേശമൊക്കെ ഇവിടെ കാറ്റിൽ പറന്നു. പഞ്ചായത്ത് അംഗങ്ങളും നാട്ടുകാരും ദുരന്തം മുന്നിൽ കണ്ട് ആളുകളെ ഒഴിപ്പിച്ചതുകൊണ്ട് മരണം 22 ഒതുങ്ങി. വലിയ ദുരന്തത്തിന് മുന്നോടിയായി പുത്തുമലയിൽ പലയിടത്തും മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു. ഇതൊരു അപായ സൂചനയായി നാട്ടുകാർക്ക് തോന്നിയിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ മരണം 100 കവിഞ്ഞേനെ. ഇതേ ദിവസം രാത്രി തന്നെയാണ് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ പോത്തുകല്ലിനടുത്തുള്ള കവളപ്പാറ കോളനിക്ക് മുകളിലേക്ക് മുത്തപ്പൻ മല പൊട്ടി വീണത്. സമീപത്തെ തോട്ടിൽ വെള്ളം പൊങ്ങുന്നതിനാൽ ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ ശ്രമിച്ച നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ നിമിഷനേരം കൊണ്ട് മണ്ണിനടിയിലായി. വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായതിനാൽ ദുരന്തം പുറംലോകം അറിയാൻ സമയമെടുത്തു. സംഭവം അറിഞ്ഞ് പോലീസ് ഉൾപ്പെടെയുള്ളവർ എത്തിയപ്പോഴാകട്ടെ കവളപ്പാറയ്ക്കും രക്ഷാപ്രവർത്തകർക്കും ഇടയിൽ ചാലിയാർ കരകവിഞ്ഞ് ആർത്തലച്ച് ഒഴുകി. ആ പ്രതിബന്ധവും കടന്ന് കവളപ്പാറയിൽ എത്തിയപ്പോഴാകട്ടെ കണ്ടത് മുത്തപ്പൻ കുന്നിന് താഴെ മറ്റൊരു കുന്നാണ്. നിമിഷങ്ങൾ കൊണ്ട് രൂപപ്പെട്ട ആ വലിയ കുന്നിനടിയിൽ നിന്നാണ് 59 പേരെ വീണ്ടെടുത്തത്. 11 പേർ ഇനിയും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. അവരുടെ മൃതദേഹം പോലും കിട്ടിയിട്ടില്ല. മഹാദുരന്തങ്ങൾ പലപ്പോഴും അങ്ങനെയാണ്. ഇപ്പോൾ കർണാടകയിലെ അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ പാളിച്ചകൾ ഉണ്ടെന്നും മലയാളിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നും പറയുന്നവർ ഈ സംഭവം ഓർക്കണം. മലയാളി അല്ലാത്തത് കൊണ്ടാണോ നമുക്ക് കവളപ്പാറക്കാരെ വീണ്ടെടുക്കാൻ കഴിയാഞ്ഞത്? 2020 ഉരുൾപൊട്ടലുണ്ടായത് മൂന്നാർ പെട്ടിമുടിയിലാണ്. 70 പേരുടെ പ്രാണനാണ് ഉരുൾപ്പാച്ചിലിനൊപ്പം കുത്തിയൊലിച്ചു പോയത്. ദുരന്തമുണ്ടായത് രാത്രി 10:30 പക്ഷേ പുറം ലോകത്ത് നിന്ന് ആദ്യ സംഘം എത്തുന്നത് പിറ്റേന്ന് രാവിലെ 10 മണിയോടെയാണ്. ദുരന്തം പുറം ലോകത്തെ അറിയിക്കാൻ കഴിയാത്ത വിധം പെട്ടിമുടിയിലെ വാർത്താവിനിമയ സംവിധാനങ്ങൾ താറുമാറായിരുന്നു. 2021 ഒക്ടോബർ 17 കൂട്ടിക്കൽ പഞ്ചായത്തിൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത്. എത്തവണത്തെയും പോലെ നിർത്താതെ പെയ്ത മഴയായിരുന്നു ഇവിടെയും വില്ലൻ. റബ്ബർ തോട്ട മേഖലയിൽ നിന്നാണ് ഉരുൾപൊട്ടിയെത്തിയത്. കൂട്ടിക്കലിലും കൊക്കയാറിലുമായി 20ഓളം ജീവനുകളാണ് നഷ്ടപ്പെട്ടത്. അതിനുശേഷവുമുണ്ടായി ചെറുതും വലുതുമായ നിരവധി ഉരുൾപൊട്ടലുകളും മണ്ണിടിച്ചിലുകളും. എന്നിട്ടും നമ്മൾ എന്തെങ്കിലും പാഠങ്ങൾ പഠിച്ചോ? നമ്മുടെ മലയോരങ്ങളെ സുരക്ഷിതമാക്കാനുള്ള എന്ത് നടപടിയാണ് നമുക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞത്? മാധവ ഗഡ്ഗലിനെ പോലെയുള്ള ശാസ്ത്രജ്ഞർ നൽകിയ തുടർച്ചയായ മുന്നറിയിപ്പുകൾ അവഗണിച്ച് നാം ചോദിച്ചു വാങ്ങിയതാണോ ഈ ദുരന്തം?
അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.